ഹായ് ഫ്രണ്ട്സ്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആൾക്കാർക്കെതിരെ പല ആരോപണങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ കേട്ടൊരു ആരോപണമാണ് സിനിമാ നടി ലിസിയെക്കുറിച്ച്. സിനിമാ നടി ലിസി സിനിമയിലേക്ക് വന്നത് തന്നെ ഈ ഒരു തരത്തിലാണെന്നും അവർ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഒരു ദിവസം 4 പേരുടെ കൂടെ അവർക്ക് കഴിയേണ്ടി വന്നു. അതിൽ മണിയമ്പിള്ള രാജു, മോഹൻലാൽ, പ്രിയദർശൻ എന്നിങ്ങനെയുള്ളവരുടെ കൂടെയായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഊഹാപോഹങ്ങൾ കേട്ടു. ഇപ്പോൾ അതെല്ലാം ശരിയായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു മീഡിയയിൽ പറയുന്നത് കേട്ടു. അവരതിന് പറഞ്ഞൊരു കാരണം, സിനിമാ നടി ലിസിയുടെ അമ്മ പൂക്കാട്ട് വേലിയമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അതായത് അവർ കൊച്ചിയിൽ നക്ഷത്ര വേശ്യാലയം നടത്തുന്ന ഒരു സ്ത്രീയാണെന്നും അവരെയും അവരുടെ കൂട്ടാളിയായ ഡ്രൈവറെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ സ്പാ, അതുപോലെ പല ആൾക്കാർക്കും, പല ഉന്നതന്മാർക്കും, സിനിമ മേഖലയിലുള്ള പല ആൾക്കാർക്കും സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഭയങ്കര വാർത്തയായി, പ്രശ്നങ്ങളൊക്കെ ആയതായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം എടുത്തിട്ടുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇങ്ങനത്തെ ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്വന്തം മകളെ സിനിമ ചാൻസിന് വേണ്ടിയിട്ട് അവർ ഇതുപോലെ കൊടുത്തിട്ടാണ് സിനിമയിൽ കയറ്റിയത് എന്നുള്ള രീതിയിലൊരു സംസാരം കണ്ടു. അപ്പോൾ ആ ഊഹാപോഹങ്ങളെല്ലാം ഇന്ന് ശരിയായി തോന്നുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്ന് പറയുന്നു. ഈ റിപ്പോർട്ടിൽ എവിടെയും തന്നെ ലിസിയുടെ പേര് പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ആ മീഡിയയിൽ അങ്ങനെ പറയണ കേട്ടപ്പോൾ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. കാരണം ഇങ്ങനെ ഊഹാപോഹങ്ങൾ കേൾക്കാനാണെങ്കിൽ നമ്മൾ ലിസിയെക്കുറിച്ച് മാത്രമല്ല, മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരുപാട് നടന്മാരെയും നടിമാരെയും കുറിച്ച് പല ഊഹാപോഹങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒന്നും പേര് പറയാതെ പ്രത്യേകം ലിസിയെ തന്നെ പറയും. ലിസിയോട് പ്രത്യേക വലിയ ആരാധനയൊന്നുമില്ല. ഒരു സിനിമാ നടി എന്ന രീതിയിൽ എനിക്ക് ലിസി ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു കാര്യത്തിൽ ലിസിയെ മാത്രം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ് അവരുടെ അമ്മ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ആ മകളെയും ഇപ്പോൾ എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? അവർക്കും മക്കളുണ്ട്, ആ മക്കളും സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിപ്പോർട്ടിൽ ഇല്ലാത്ത പേരില്ലാത്ത ലിസിയെ പോലും വെറുതെ വിടുന്നില്ല. പ്രിയദർശൻ ഞാൻ പറയുമ്പോൾ ഈ പറഞ്ഞ പ്രിയദർശനായിരുന്നു ലിസിയെ മാരേജ് ചെയ്തത്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു നടിയെ മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം അവരെക്കുറിച്ച് മാത്രമല്ലല്ലോ ഊഹാപോഹങ്ങൾ കേട്ടത്. ആ ഒരു ഇത് കേട്ടപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. ഒരുപാട് നടിമാരെക്കുറിച്ചും നടന്മാരെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ആ നടന്മാരാരെയും പേരുകളൊന്നും പറയുന്നില്ല, ഇവരെ മാത്രം എടുത്ത് ഇവരുടെ സ്റ്റോറിയുമായിട്ട് വന്നിട്ട് സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വിട്ടത് കൊണ്ട് ആർക്ക് എന്താണ് നേട്ടമുണ്ടായത്? ഇവർ ഇത്രയും വർഷം ഇവരുടെ കയ്യിൽ ഈ ഒരു റിപ്പോർട്ട് കിട്ടി, ഇങ്ങനെ ലൈംഗിക ചൂഷണം നടക്കുന്നു, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പോലും ഇരയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ വേട്ടക്കാരൻ്റെ കൂടെ നിന്ന് വേട്ടക്കാരനെ കെട്ടിപ്പിടിച്ച് ഓടുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാണുന്നത്. വേട്ടക്കാരനോടൊപ്പം തന്നെയാണ് ഇവർ ഇരയ്ക്കൊപ്പം എന്ന് വായ കൊണ്ട് പറയുന്നതേ ഉള്ളൂ, പ്രവൃത്തിയിൽ വേട്ടക്കാരൻ്റെ കൂടെയാണ്. അല്ലെങ്കിൽ നമ്മൾക്കറിയാം, ഒരു സാധാരണക്കാരനായിരുന്നു എതിരെയാണ് ഇങ്ങനെ ഒരു പരാതി ചെന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ വീടും പേരും ഫോട്ടോയും അഡ്രസ്സും എല്ലാം പ്രസിദ്ധീകരിച്ചു വന്നാണ്, എപ്പോഴോ ആക്ഷൻ എടുത്തേനെ. അപ്പോൾ ഇത്രയും ഒരു ആരോപണങ്ങൾ എല്ലാവരും രഹസ്യമായി മൊഴി കൊടുത്തു, എല്ലാവരുടെയും പേരുകൾ പറഞ്ഞിട്ടും ഇവർക്കൊന്നും പേരില്ല. ഇവരുടെയൊക്കെ പേരാണ് ഉന്നതന്മാർ, പ്രമുഖന്മാർ. അങ്ങനെ എന്തുകൊണ്ടാണ് ആക്ഷൻ എടുക്കാത്തത്? അപ്പോൾ വീണ്ടും അവിടെ തെറ്റുകൾ ചെയ്തോട്ടെ എന്നാണോ? അല്ലെങ്കിൽ അവിടെ ഇത്രയും സുരക്ഷിതമല്ല, സ്ത്രീകൾക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടുകൾ എന്തിനു പറയുന്നു? പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഒരു നിയമ നടപടിയും എന്തുകൊണ്ട് എടുക്കുന്നില്ല? അപ്പോൾ പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടു, ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് പേരുകൾ പുറത്തു വിടരുത്. അതിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ. അവർ പറഞ്ഞിരിക്കുന്നത് ഇരകളായ വ്യക്തികളുടെ പേരുകൾ പുറത്തു വിടരുതെന്നാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുമെന്നാണ്. അപ്പോൾ ഇരകളുടെ പേര് പുറത്ത് വിട്ടില്ല, ഓക്കെ. പക്ഷേ ഈ കുറ്റം ചെയ്തെന്ന് പറയുന്ന ആൾക്കാരുടെ പേര് എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? എന്തുകൊണ്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ല? അവർക്കെതിരെ യാതൊരു നടപടിയും വേണ്ടേ? ഇതിങ്ങനെ ആരെ കാണിക്കാൻ വേണ്ടിയാണ്? എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയുള്ള കുറച്ച് റിപ്പോർട്ടുകൾ മാത്രം വിട്ട് ഇതിങ്ങനെ ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വിടുന്നത് കൊണ്ട് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരുമുണ്ട്, അവർക്കും കൂടി ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ തന്നെ ഈ ഒരു ഊഹാപോഹങ്ങളിലെ ലിസിയുടെ പേര് പറഞ്ഞു. അതുപോലെ ഞാൻ വേറെ പല ആൾക്കാരുടെ വീഡിയോയിൽ കണ്ടു, മഞ്ജു വാര്യരെ പറയുന്നത് കേട്ടു. അങ്ങനെ ആർക്കൊക്കെ ആരോടൊക്കെ ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെ പല രീതിയിലുള്ളത് ഉണ്ടോ, അങ്ങനെയുള്ള ആൾക്കാരെ പേരെല്ലാം വെച്ചിട്ട് ഓരോരുത്തർ പറയുന്നു. ഓരോ മീഡിയക്കാർ പോയി ചോദിക്കുന്നു, അവരാണോ ഇവരാണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ടെല്ലാം പൂഴ്ത്തി വയ്ക്കുന്നത്? ചോദിക്കുമ്പോൾ പല ആൾക്കാരും പറഞ്ഞു, ഞങ്ങൾ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. ഇത്രയും വർഷം കയ്യിൽ കിട്ടിയിട്ടും അവർക്ക് റിപ്പോർട്ട് വായിക്കാനും അതിനെക്കുറിച്ച് നടപടി എടുക്കാനും ഒന്നും കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ ആശ്ചര്യം തോന്നുന്നു കേട്ടോ. ഇതൊരു സാധാരണക്കാരനാണെങ്കിൽ നേരെ തിരിച്ചായി വന്നേനെ. അത് മാത്രമല്ല, ഇപ്പോൾ അമ്മയിൽ നിന്ന് പോലും ഒരു പ്രതികരണമില്ല. അമ്മയിലുള്ള നടിമാര് ചെന്ന് ഇത്രയും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ആർക്കും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ യാതൊരു താല്പര്യമില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം പണത്തിന് മീതെ എന്താ പറയുക, പരുന്നും മറക്കില്ല നമ്മൾ കേട്ടിട്ടില്ലേ? പണം ഉണ്ടെങ്കിൽ നിയമം പോലും അതിൻ്റെ വഴിക്ക് പോകും. ഇതിൽ ആര് സംരക്ഷിക്കാനാണ്? മന്ത്രി ഗണേഷ് കുമാറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു,
ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്, അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല, സാംസ്കാരിക വകുപ്പ് മന്ത്രി സംസാരിക്കുമെന്ന്. അദ്ദേഹം പറയുന്നത് ഈ ഒരു വിഷയം കിട്ടി, അദ്ദേഹം ഇത് റിപ്പോർട്ടൊക്കെ വായിച്ചു, പക്ഷെ അപ്പൊ കൊറോണ വന്നു, പിന്നെ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളാണ്. അവരിത് DGPക്ക് കൊടുത്തു എന്ന് പറയുന്നു. ആഭ്യന്തര വകുപ്പും ഇതിനെതിരെ യാതൊരു നടപടി എടുത്തിട്ടില്ല. അപ്പൊ ഇതിന് ആർക്കും നടപടി എടുക്കണമെന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് ആരെ ബോധിപ്പിക്കാൻ, ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തുവിടുന്നത്? നിങ്ങൾക്ക് അങ്ങനെ നടപടി എടുക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ? അതുപോലെ സിദ്ദിഖ് പറഞ്ഞെന്താണ്, ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഞാൻ സംസാരിക്കാമെന്ന്. ഇനി അദ്ദേഹത്തിന് പഠിക്കണം ഇതിനെക്കുറിച്ച്. ഇങ്ങനെ ഒരു വാർത്ത കേട്ടു, എനിക്ക് എന്താണ് കറക്റ്റ് അറിയില്ല എന്നാണ് അവർ പറയുന്നത് ഈ കേൾക്കുന്നതെന്ന്. കാരണം ആരുടെയും പേരിലില്ല, അപ്പൊ പിന്നെ ആർക്കെന്തും പറയാലോ. അപ്പൊ ഇങ്ങനെ പേരില്ലാത്തൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു നടിയെ മാത്രം പറഞ്ഞ് വീഡിയോ ചെയ്യണം കണ്ടപ്പോൾ എനിക്കും ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. കാരണം ഈ പറയുന്ന പ്രശസ്തയായ പല നടിമാരും ഇതുപോലെ വഴങ്ങി കൊടുത്തിട്ടാണ് അവസരങ്ങൾ കിട്ടിയെന്നൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ലിസിയാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് കേട്ടപ്പോൾ അങ്ങനെ തോന്നി. കാരണം ലിസി മാത്രമല്ലല്ലോ പ്രശസ്തയായത്, എത്രയോ നടിമാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ശരിക്കും പുറത്ത് പേരുകൾ വിടേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊന്നുമല്ല, നല്ല രീതിയിൽ പോകുന്ന നടന്മാർക്കും നടിമാർക്കും സംവിധായകർക്കും എല്ലാവർക്കും ഈ റിപ്പോർട്ട് കൊണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പല ആൾക്കാരും പല രീതിയിൽ സംശയിക്കുന്നത് കൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പുറത്ത് വിടണം. പിന്നെ ഒരു ഗവൺമെന്റിന്റെ കയ്യിൽ ഇതുപോലത്തെ ഇത്രയും കോടികൾ മുടക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കോടികൾ മുടക്കി ചെയ്തിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ആക്ഷൻ എടുക്കാത്തത്? ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വരെയും അവിടെ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറയുന്നു. എന്നിട്ട് പോലും ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ ഇവരുടെ പേര് ഇപ്പോഴും പ്രമുഖനും ഉന്നതന്മാര് പ്രമുഖ അങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. ആ പേരിഞ്ഞ് മാറാനും പോകുന്നില്ല. ഇതിനൊരു ആക്ഷൻ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് 100% അറിയാം. പിന്നെ ഇരയ്ക്കൊപ്പമാണെങ്കിൽ, ഇരയ്ക്കൊരു നീതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിയമപരമായി നടപടിയെടുക്കുക, സത്യസന്ധമായ രീതിയിൽ അന്വേഷിക്കുക. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, അവർക്കെതിരെ എന്തെങ്കിലും ഒരു ചെറുവിൽ അനക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം പണമുള്ളവർക്ക് ഇവിടെ എന്തും ആവാം എന്നുള്ളൊരു കാര്യമാണ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ആരോഗ്യ കാണിക്കാൻ വേണ്ടി ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. അതിലുള്ള പല അനുബന്ധങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. പേരുള്ള ഭാഗങ്ങളൊന്നും കാണിച്ചിട്ടില്ല, ആർക്കും എതിരെ ഒരു നടപടിയും ഇല്ല. അപ്പൊ ഇത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ചുമ്മാ വന്ന് കള്ളം പറഞ്ഞതാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഉദ്ദേശം. നമ്മൾക്ക് നീതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം, ആക്ഷൻ എടുക്കണം, വേണ്ട നടപടികൾ ചെയ്യണം. അത് ചെയ്യാത്തടത്തോളം കാലം ഞങ്ങൾ ഇരയ്ക്കൊപ്പം എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ അർത്ഥമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.